ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കല്ലൂസ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ കല്ലൂസ് വ്ലോഗിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രാവിലെ ഞങ്ങൾ ചായയൊക്കെ ഇട്ടു. അപ്പം കല്ലൂസ് ഇന്ന് എൻ്റെ ഒപ്പം എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അകത്ത് അപ്പയുടെ കൂടെ കളിയാണ് കേട്ടോ. ഞാൻ ചായ ഇട്ടു. അപ്പം രാവിലെ തന്നെ ക്യാരറ്റ് അരിയുന്നത് എന്താണെന്നല്ലേ. അപ്പോൾ ഇന്ന് ക്യാരറ്റ് പുട്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ സാധാരണ നമ്മൾ ക്യാരറ്റ് പുട്ടെന്ന് കേൾക്കുമ്പോൾ ക്യാരറ്റ് കൊണ്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ. അരിപ്പൊടിക്കകത്ത് ഈ ക്യാരറ്റും കൂടെ ഇതുപോലെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ അരിപ്പൊടി ആദ്യം ഞാൻ നനച്ച് വെച്ച് ഉപ്പൊക്കെ ഒഴിച്ച് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതുപോലെ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് ഫുള്ളായിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കും പോലെ ഉണ്ടാക്കിയെടുക്കും. ഇതുപോലെ മിക്സ് ആക്കും. എന്നിട്ട് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കും പോലെ ഉണ്ടാക്കിയെടുക്കും. അത്രേ ഉള്ളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അതിനകത്തേക്ക് ക്യാരറ്റ് ആഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. പഴമുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പഴം ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴമുള്ളതുകൊണ്ട് പുട്ടും പഴവും ആക്കാമെന്ന് കരുതി. അപ്പോൾ ക്യാരറ്റ് പുട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് പിള്ളേർക്ക് പുട്ടിനകത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ കഴിച്ചോളും. അപ്പോൾ പുട്ടൊക്കെ റെഡിയാക്കി. അപ്പോൾ കറിയൊന്നും വയ്ക്കുന്നില്ലാത്ത കാരണം ഇന്നിപ്പം കറിയുടെ പരിപാടികളൊന്നുമില്ല. അപ്പം ഞാനിത് അപ്പയ്ക്കും മോക്കും കൂടെ ചായ കൊടുക്കാൻ പോവാണ്. ഗുഡ് മോർണിംഗ് പറ. ചായ വേണോ? എന്നാ ഗുഡ് മോർണിംഗ് പറ. ഇതാരുടെ ചായയാ? ഇതാരുടെ ചായയാ? അപ്പയുടെയാ? ഇപ്പോടെ ഏക്കാൻ പറ. അപ്പോൾ പയറ് ഞാൻ ഉണക്കപ്പയറും വാഴയ്ക്കയും കൂടെ ഉണ്ടാക്കാമെന്ന് കരുതി. വാഴയ്ക്ക രണ്ടെണ്ണം ഇരിപ്പുണ്ട്. ഇനി ഇരുന്ന് അത് ചീത്തയായി പോകുന്നുണ്ട്. ഉണക്കപ്പയറിൻ്റെ കൂടിയിട്ട് തോരൻ വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ വാഴയ്ക്ക അരി കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ പയറ് വെള്ളത്തിലിടാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ പയറ് വെള്ളത്തിലിട്ടില്ല എന്ന് കരുതിക്കൊണ്ട് നമുക്ക് കുതിരാനായിട്ട് വേറൊരു ഐഡിയ ഉണ്ട്. നമ്മൾ ആ പയറൊന്ന് കഴുകിയിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പം തലേദിവസം വെള്ളത്തിലിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ മിക്കപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. കറി വെക്കണം. ആ തേങ്ങ എന്തിനാ? ഗുഡ് ഗേൾ. താങ്ക് യു. പൊട്ടിച്ച് വെള്ളം വേണോ? അപ്പോൾ തോരനുള്ള തേങ്ങയൊക്കെ കല്ലൂസ് കൊണ്ടു തന്നു. അപ്പോൾ തോരൻ വയ്ക്കാനായിട്ട് ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും തിരുമ്മി ശകലം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വാഴയ്ക്ക വേവിക്കാൻ വെക്കുക. അപ്പം ഞാൻ ഓൾറെഡി കുക്കറിനകത്ത് ഇട്ട് പയറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് വാഴയ്ക്കയും കൂടെ വേവിക്കാൻ വെച്ചു. അപ്പോൾ കുക്കറിൽ വെച്ചിരുന്ന സാധനം ഓൾറെഡി എനിക്ക് വെന്ത് കിട്ടിട്ടോ. അപ്പോൾ പയറ് നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടി. അപ്പോൾ ആ സമയം കൊണ്ട് വാഴയ്ക്കയും കൂടെ വേവാൻ വേണ്ടിയിട്ട് വെച്ചു. വാഴയ്ക്കയുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞപ്പോൾ പയറും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ തേങ്ങ ഒതുക്കി ചേർത്താട്ടോ. അപ്പോൾ തേങ്ങയും ചുവന്നുള്ളിയും പച്ചമുളകും, കാന്താരിമുളകാണെങ്കിൽ അത് മതി, അല്ലെങ്കിൽ പച്ചമുളക് ഇട്ട് നന്നായിട്ട് ചേർത്ത് ഇളക്കി ജസ്റ്റ് ഒന്ന് ചൂടാവാൻ വേണ്ടി മൂടി വയ്ക്കും. അപ്പോഴേക്കും നമ്മുടെ കറി റെഡിയായി. ഇത് ഒന്നിച്ചിട്ട് വേവിക്കുക കേട്ടോ. ഞാൻ സെപ്പറേറ്റ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഒന്നിച്ചിട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വാഴയ്ക്കും വേറെ റെഡിയായി. അപ്പോൾ മീൻകറി ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി വേറെ കറിയൊന്നും വെക്കുന്നില്ല കേട്ടോ. തക്കാളിയിലുണ്ടായ തക്കാളിയാ നോക്കിക്കേ. കല്ലോ, ഇത് നമ്മുടെ തക്കാളിന്ന് പറിച്ചതാ. നമ്മുടെ തക്കാളി. അപ്പോൾ പോപ്കോൺ ഉണ്ടാക്കും കേട്ടോ. കല്ലൂസിന് ഭയങ്കര ഇഷ്ടമാണ് പോപ്കോൺ. അതുകൊണ്ട് ഞാനത് മേടിച്ച് ഉണ്ടാക്കി കൊടുക്കുക. പാക്കറ്റ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലാത്ത കാരണം അത് മേടിക്കാറില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കല്ലൂസിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം.
വേറൊന്നുമല്ല, അവൾക്ക് ചെറിയൊരു ദേഹത്തിന് ചെറിയ ചൊറിച്ചിലും ദേഹം തടിച്ചൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ തുണി അലക്കുന്ന മെഷീനിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അത് അഴിച്ച് നോക്കട്ടെ. വേറൊന്നുമല്ല, ചെളിയൊക്കെ വരുന്നത് ചിലപ്പോൾ അലർജിക്ക് ആവുമല്ലോ, അപ്പോൾ അതാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അഴിച്ച് നോക്കി. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമായതുകൊണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചാട്ടതേ. ഉച്ചാൻ തന്നെയാണ് ചെയ്യണത്. നമുക്കാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതിൻ്റെ സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ ഇതും കഴിഞ്ഞ് പോരും. കണ്ടോ, ചെളി നല്ലപോലെ ചെളിയായിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് നാളായിരുന്നു. അപ്പോൾ അതിൻ്റെയാന്ന് തോന്നുന്നു ചെളി നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയത്തില്ലല്ലോ, പിള്ളേർക്കൊന്നും ചിലപ്പം ഇതിൻ്റെ ഇത് പിടിക്കുന്നില്ല. അതുകൊണ്ട് അത് നമ്മൾ ഇടയ്ക്ക് എടുത്ത് വാഷ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ എപ്പോഴും നല്ലത്. ഞങ്ങളിത് നേരെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്നതൊന്ന് ഇങ്ങനെ അടിച്ചിങ്ങനെ കഴുകിയാൽ മതി. ഇന്നും കൂടുതൽ അഴുക്കുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇതൊന്നുകൂടെ ചെയ്തതാണ് കേട്ടോ. ഇത് ഇടയ്ക്ക് ക്ലീൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല സ്കിൻ പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ നല്ല ഇതായിരിക്കും കേട്ടോ. നമ്മൾ അലക്കുന്ന തുണികളുടെ അഴുക്ക് മൊത്തം ഇങ്ങനെ അടിഞ്ഞിരിക്കും. പിന്നെ നമ്മൾ അതിനകത്ത് തന്നെ വാഷ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ അഴുക്ക് തന്നെയാണ് നമ്മുടെ ഡ്രസ്സിലേക്ക് ആവുന്നത്. പിന്നെ നമ്മൾ അകം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം തുറന്നു വിട്ടേക്കാണ് കേട്ടോ. നമുക്ക് പെണ്ണുങ്ങൾക്ക് ചെയ്യാവുന്ന സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഈ ചാനൽ കൊണ്ട് ചെയ്യിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വാഷിംഗ് മെഷീൻ. അപ്പോൾ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം അതെങ്കിലും എടുക്കുക. അതെ, എങ്ങനെ ഇരുന്ന് ഇതാ നോക്കിയിട്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഇത് വെള്ളം ഒഴിച്ച് ബ്രഷ് വെച്ച് ഒന്ന് കഴുകുകയുള്ളൂ. അതെ, ഒരുമാതിരി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അതുപോലെ തന്നെയാണ് ഇത് കേട്ടോ. ഇതിനകത്ത് നമ്മൾ കഴുകിയിട്ടിരുന്ന അഴുക്കൊക്കെ ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെൻറ്ററിലുള്ള സ്ക്രൂ ഇട്ട് മുറുക്കി കഴിഞ്ഞാൽ അതേ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നതായിരിക്കുമല്ലോ നല്ലത്. അപ്പം ഇനി തീർച്ചയായും ഞാൻ തന്നെ ചെയ്യുന്നുള്ളൂ. കാരണം ഇത്രയും സിമ്പിൾ പരിപാടിയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം നമ്മൾ തന്നെ അഴിച്ച് നമ്മൾ തന്നെ വാഷ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറ്റുമെങ്കിൽ ആഴ്ചയിൽ സ്ഥിരം യൂസ് ചെയ്യുന്ന ആൾക്കാർ ആഴ്ചയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏറ്റവും ബെറ്റർ. ഇപ്പം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ആളാണ് വാഷിംഗ് മെഷീൻ. അതുകൊണ്ട് ഇത്രയും അഴുക്ക് വരുന്നത്. അപ്പോൾ അതെ, ഇത്രേ ഉള്ളൂ. സ്ക്രൂ ഇട്ട് മുറുക്കി തീർന്നു പരിപാടി. അപ്പോൾ ഇതോടെ കഴിഞ്ഞ് ഇപ്പോൾ കല്ലൂസിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. എന്തിൻ്റെ അലർജിയാണെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഒരു അലർജി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കൊണ്ടുപോയി നോക്കാൻ പോവാം. ആശുപത്രിയിൽ ഇവിടെ കൊച്ചിക്കുന്നേ പോവാ. അവിടെ പോവാ. വെയിലാണോ? വെയിലാ സാരല്ല, നമ്മളിപ്പോ വണ്ടി കേറുകയല്ലേ. അപ്പൊ നമ്മള് വണ്ടിയെ കേറുകയല്ലേ. പുറകെയാണോ ഇരിക്കുന്നേ? അപ്പൊ ഇവിടെ ഇരുന്നോ. ഒന്ന് കൈ താങ്ങിയത്. തന്നെ കേറാനൊന്നും പഠിച്ചില്ലേ? കല്ലൂസിന് ചെറിയൊരു മേത്തൊക്കെ തടിപ്പുണ്ടായി. അപ്പൊ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാന്ന് കരുതി. 2-3 ദിവസമായിട്ടോ. അപ്പൊ ഞാൻ ചെറിയ മരുന്നൊക്കെ തേച്ചിട്ടും മാറാനില്ല. ചെറിയൊരു ഒന്ന് കാണിച്ചേക്കാന്ന് കരുതിട്ടോ. വെയിലിപ്പൊ പൊക്കോളും. പൊക്കോളൂന്നേ. എവിടെ പോവാ കല്ലൂസ്? ആശുപത്രി പോവാന്ന് പറ. ആശുപത്രി. അപ്പോൾ ഇതേ ഹോസ്പിറ്റലിൽ ഒന്ന് ചീട്ടെടുത്തു. അപ്പോൾ ഇതേ കല്ലൂസിനെ കൊണ്ട് ഇത് പോകാൻ കേട്ടോ. അപ്പം ഫുൾ പണിയൊക്കെ തീർന്നാണ്, ഫുൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതേ വെയിറ്റിംഗ് ഏരിയയിൽ പോയി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇച്ചിരി നല്ല തിരക്കുണ്ടായിരുന്നു. ഇച്ചിരി ലേറ്റ് ആയിരുന്നു ഡോക്ടറെ കാണാൻ കേട്ടോ. അപ്പോൾ ഇതേ കല്ലൂസിന് അവിടെ ഒരു കോട്ട് കിട്ടി. അപ്പോൾ കല്ലൂസ് ഇതേ ആ കൊച്ചിൻ്റെ കൂടെ
കുറേ നേരം ഇരുന്ന് കളിയും ഒക്കെ ആയിട്ടായിരുന്നു. ആ കൊച്ചാണെങ്കിൽ അവളുടെ കൂടെ നല്ല അവൾ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കുകയും അങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കല്ലൂസ് കുറേ നേരം കളിച്ച് കഴിഞ്ഞ് പിന്നെ കുറേ നേരം ആയി കഴിഞ്ഞപ്പോൾ അവൾക്ക് മടുപ്പായി തുടങ്ങി. അപ്പം പിന്നെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പം ഡോക്ടർ ജസ്റ്റ് ഒന്ന് ഒബ്സർവേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ല, പക്ഷെ എന്നാലും 4 ദിവസം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും കുറഞ്ഞില്ലെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേ വീഡിയോ കാണുന്നവർക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.